നമസ്കാരം. NRCT വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നാടൻ കറികളിൽ ഏറ്റവും രുചികരമായതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഉള്ളിത്തീയലാണ് അല്ലെങ്കിൽ ഉള്ളിക്കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു 300 ഗ്രാം നല്ല ഉള്ളി ഇവിടെ വാങ്ങി വച്ചിരിക്കുകയാണ്. ഈ ഉള്ളി നന്നായി ക്ലീൻ ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുത്ത് നമുക്ക് ഉള്ളിത്തീയൽ അല്ലെങ്കിൽ ഉള്ളിക്കറി ഉണ്ടാക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി വറുത്തെടുക്കണം. അതിനൊരു 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, ഉള്ളി ഇട്ട് കൊടുക്കാം. 300 ഗ്രാം ഉള്ളി തൊണ്ട് പൊളിച്ച് ചെറുതായി അരിഞ്ഞ് ക്ലിയറാക്കി എടുത്തു വച്ചിരിക്കുന്നതാണ്. ഉള്ളി നന്നായി മുരിഞ്ഞ് ബ്രൗൺ കളറാകുന്നത് വരെ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഉള്ളിക്കറിയുടെ ടേസ്റ്റ് നഷ്ടപ്പെടും. ഉള്ളി മൂത്തുകൊണ്ടിരിക്കുകയാണ്. ബ്രൗൺ കളറായി തുടങ്ങി. എന്നാൽ അല്പം കൂടി വരാനുണ്ട്. നല്ല ചില്ല് പോലെ ഉണങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഉണക്കിയെടുക്കാം. ഉള്ളി പാകമായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറുന്ന മുറയ്ക്ക് കോരിയെടുക്കാം. ഉള്ളി പാകത്തിന് നല്ല പരുവത്തിന് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം, ഒരു പ്ലേറ്റിലേക്ക്. എന്നിട്ട് അല്പം തേങ്ങ വറുക്കാനുണ്ട്. ഇത് കണ്ടോ, ഉള്ളിക്കറിക്കുള്ള ഉള്ളി നമ്മൾ വറുത്ത് വെച്ചിരിക്കുക. നല്ല മുരുമുരാന്നായിട്ടുണ്ട്. ഇതാണ് കേട്ടോ പരുവം. ഇങ്ങനെ വേണം വറുക്കാനായിട്ട്. അപ്പോൾ ചെറുതും വലുതും എല്ലാം ഒരുപോലെ. തേങ്ങാക്കൊത്ത് 2 ചെറിയ കഷ്ണം തേങ്ങ നമ്മൾ ചെറിയ കൊത്തായിട്ട് എടുത്തതാണ്. അത് നമ്മൾ ചുമക്ക ബ്രൗൺ കളറായിട്ട് വറുത്തെടുക്കണം. നമ്മുടെ തേങ്ങ മൂത്തിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ടുണ്ട്. തേങ്ങ നമുക്ക് കോരിയെടുക്കാം. ഇതിനകത്തേക്ക് തന്നെയാണ്, ഈ ഉള്ളിക്കകത്തേക്ക് ഒരുപോലെയല്ലേ നമുക്ക് കറി കൂട്ടിയെടുക്കുന്നത്. ഉള്ളിയും തേങ്ങയും നമ്മൾ വറുത്തെടുത്തിരിക്കുകയാണ്. ഉള്ളിയും തേങ്ങാക്കൊത്തും നമ്മൾ വറുത്ത് വെച്ചു. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് അരപ്പുണ്ടാക്കണം. ഒരു തേങ്ങയും പിന്നെ ഉപയോഗിച്ചതിൻ്റെ ബാലൻസ് വരുന്ന ഒരു മുറിയുടെ കുറച്ചുമുണ്ട്. അതും കൂടി നമ്മൾ ഒന്ന് ചിരവി എടുക്കണം. അത് കഴിഞ്ഞ് വറുത്തെടുക്കണം. അപ്പം നമ്മൾ മുമ്പേ കണ്ട തേങ്ങ ചിരവി എടുത്തു. ഇനി ഇതിനകത്ത് ചേർക്കുന്നതിന് വേണ്ടി, അരപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു 1.5 സ്പൂൺ മല്ലി. സാധാരണ മല്ലിയാണ്, നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന മല്ലിയാണ്, മല്ലിപ്പൊടിയല്ല. കാരണം ഈ കറി ക്ലിയർ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പാകപ്പെടുത്തുന്നത്. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ നാടൻ മുളക്. ഇത് നമ്മുടെ നാടൻ മുളക്, നല്ല എരിവുള്ള മുളക്. ഒരു അല്പം എരിവ് വേണമല്ലോ കറിക്ക്, ഉള്ളിക്കറിയല്ലേ. എന്നാൽ കളറിനും കൊഴുപ്പിനും വേണ്ടിയിട്ട് കാശ്മീരി മുളക്. അപ്പോൾ ഒരു 5 കാശ്മീരി മുളകും ഒരു 5 വത്തൽമുളകും എടുത്തിട്ടുണ്ടെന്ന് കണക്ക് കൂട്ടിക്കൊണ്ടാൽ മതി. ഈ മുളക് ഒന്ന് മുറിച്ചിടണം. ഈ പാത്രത്തിലിരിക്കുന്നത് ഒരു മുഴുത്ത നാരങ്ങയുടെ വലിപ്പത്തിൽ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. കുത്തിയ വാളംപുളി കേട്ടോ. ഇനി ഇത് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞതിൻ്റെ നീര് മാത്രം എടുത്താൽ മതി. നമ്മൾ അരപ്പിനുള്ള തേങ്ങ വറുത്തെടുക്കാം. എണ്ണ കൂടുതലായിട്ട് ചേർക്കരുത്. കറിക്കകത്ത് ഒരുപാട് എണ്ണയായാലും കൊള്ളില്ല. മുമ്പേ കണ്ട വറ്റൽമുളക്, നാടൻ മുളകും കാശ്മീരി മുളകും പിന്നെ നമ്മൾ മുമ്പേ കണ്ട മല്ലിയും, കുറച്ച് കറിവേപ്പിലൂടെ നമ്മൾ ചേർക്കാനുണ്ട്. അത് നമുക്ക് ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ചേർത്താൽ മതി. ഇല്ലെങ്കിൽ വെറുതെ അലക്ഷ്യമായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കറിയല്ല നമ്മുടെ ഉള്ളിക്കറി. തേങ്ങ വറുത്തത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി കോരിയെടുക്കാം. എടുത്തിട്ട് വേണം നന്നായിട്ട് മിക്സിക്കകത്ത് അരച്ചെടുക്കാനായിട്ട്, വെള്ളം തൊടാതെ. തേങ്ങ വറുത്ത് കോരി വെച്ചിരിക്കുന്നു. ആ കൂട്ടത്തിൽ മല്ലിയുണ്ട്, മുളകുണ്ട്, കറിവേപ്പിലയുണ്ട്. അതിൻ്റെ പാകം നമ്മൾ നോക്കണം. വളരെ കൃത്യമായ പാകത്തിനാണ് നമ്മളിത് കോരിയെടുത്തിരിക്കുന്നത്.
ഇനി ഇത് പയ്യെ ചൂടുണ്ട്, പയ്യെ ഒന്ന് തണുക്കണം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ മിക്സിക്കകത്ത് അരച്ചെടുക്കണം. ഈ അരയ്ക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്, വെള്ളം ചേർക്കരുത്. നന്നായിട്ട് വൃത്തിയായിട്ട് ഈ വെണ്ണ പോലെ അരച്ചെടുത്താൽ അത്രയും നല്ലതാണ് കറിക്ക്. അപ്പം നമുക്കിത് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുളി ഒന്ന് പിഴിഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് പുളി ചെറിയ ചൂടുവെള്ളത്തിൽ അലിയിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ഒന്ന് അരിച്ചെടുക്കണം. അത് കറി കൂട്ടിയെടുക്കാം. അപ്പോൾ കറി കൂട്ടിയെടുക്കാനായിട്ട് നമ്മൾ ആ ഉരുളി തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ആ ഉരുളിക്കകത്ത് നമ്മൾ ആദ്യം കണ്ട ഒരല്പം വെളിച്ചെണ്ണ, ഒരു അര സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നുള്ളൂ, അത് വെച്ചാണ് നമ്മൾ ഈ അരപ്പ് വറുത്തെടുത്തിട്ടുള്ളത്. പിന്നെ എണ്ണ ഒഴിച്ചില്ല, പിന്നീട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കടുക് വറക്കണം. കറി ഒന്ന് കൂട്ടിയെടുക്കാം. കറി കൂട്ടിയെടുക്കുന്നതിന് ഉരുളി വെച്ചു, തീ വച്ചിട്ടുണ്ട്. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. മറ്റെല്ലാ കാര്യങ്ങൾക്കും നമ്മൾ വെളിച്ചെണ്ണ ന്യായമായിട്ടും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല, ഒന്ന് കടുക് താളിക്കാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് കുറച്ച് കടുക് മതി കേട്ടോ. വറ്റൽ മുളക് 3 മുളകുണ്ടേ. വറ്റൽ മുളകായിട്ടുണ്ട്. കറിവേപ്പില, അരപ്പ്, പുളിവെള്ളം ചേർത്ത് ഈ അരപ്പ് ഇതിൻ്റെ ബാക്കിയിരിക്കും. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കേട്ടോ, പുളിവെള്ളമാണേ. പാകത്തിനുള്ള ഉപ്പ്, ഇത്ര ഉപ്പ് നമുക്ക് ചേർത്ത് നോക്കാം. പിന്നെ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. അല്പം വെള്ളം കൂടി വേണം കേട്ടോ. അപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി വറുത്ത് വെച്ചിരിക്കുന്നതും തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നതും. ചൂടുവെള്ളം കേട്ടോ ചേർക്കാവുള്ളൂ, പച്ചവെള്ളം ഒരിക്കലും ചേർക്കരുത്. നമുക്ക് ഇളക്കി നോക്കാം. ചുമ്മാ പച്ചവെള്ളം ഒരു കാരണവശാലും ചേർക്കരുത്. നമ്മളൊരല്പം കറി കൂടി ഇതിനകത്തേക്ക്, ചൂടുവെള്ളമായാലും തനി വെള്ളം ചേർക്കരുത്. നോക്കാം. ഒരു സ്പൂൺ പഞ്ചസാര. തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. കറിയുടെ വർക്ക് തീരുവാണ്. വേണ്ട, പുളി വേണ്ട, ഉപ്പ് വേണ്ട, എരിവ് അധികമില്ല. സൂപ്പർ കറി, ഡബിൾ സൂപ്പർ കറി. ഇതാണ് മോനെ ഉള്ളിക്കറി. ഇങ്ങനെയാണ് ഉള്ളിക്കറി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഉള്ളിക്കറിയുടെ വർക്ക് തീർന്നു. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒരല്പം പകർന്നു വെക്കാം. ഇതിൻ്റെ കൊഴുപ്പിനെ സംബന്ധിച്ചറിയാം, കറിയുടെ കളറിനെ സംബന്ധിച്ചറിയാം കേട്ടോ. കറി മലയാളത്തിലെ മഹാകറികളിൽ ഒന്നാണ് ഉള്ളിത്തീയൽ. നന്നായിട്ട് വെച്ചാൽ ഒരിക്കൽ പോലും മറക്കില്ലാത്ത രുചിയുള്ള ഉള്ളിത്തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൃത്യമായും ഈ വീഡിയോ വഴി നിങ്ങളെ ബോധ്യപ്പെടുത്തി തരികയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഡിസ്ക്രിപ്ഷൻ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.